ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 10 ടീമുകളുടെയും ശക്തിയും ദൗർബല്യവും കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി. മറ്റുള്ളവരുടെ പോരായ്മ മനസ്സിലാക്കി ടീമുകൾ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ബാറ്റർമാർ മാത്രം തിളങ്ങിയ റണ്ണൊഴുകിയ ആദ്യ മത്സരങ്ങളിലേത് വ്യത്യസ്തമായി ബൗളർമാർ കളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്കോർ പോലും ഡിഫെൻഡ് ചെയ്ത് ടീമുകൾ വിജയിക്കുന്ന സാഹചര്യം വന്നു. ഈ സാഹചര്യത്തിൽ പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുള്ള ടീമുകളെക്കുറിച്ചും ടീമിനെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നായകരെക്കുറിച്ചും നായകൻ്റെ അബദ്ധ തീരുമാനം കാരണം മത്സരം കൈവിടുന്ന ടീമുകളെക്കുറിച്ചുമെല്ലാം ക്രിക്കറ്റ് സർക്കിളുകളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. ചില ടീമുകൾ 7 മത്സരം വരെ കളിച്ചു. പ്ലേ ഓഫിലേക്കുള്ള ടീമുകളുടെ ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. 6 മത്സരങ്ങളിൽ ഒരു പരാജയം പോലും അറിയാതെ മുന്നോട്ട് കുതിക്കുന്ന പഞ്ചാബ് കിങ്സാണ് പട്ടികയിൽ ഒന്നാമതുള്ളത്. മഴ തടസ്സപ്പെടുത്തിയ ഒരു മത്സരം ഉൾപ്പെടെ 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റാണ് പഞ്ചാബിൻ്റെ സമ്പാദ്യം. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രേയസ് അയ്യരുടെ മികവിൽ പഞ്ചാബ് അനായാസം പ്ലേ ഓഫിലേക്ക് കയറും. അസ്ഥിരതയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രശ്നം. ആദ്യം 4 മത്സരം ജയിച്ച് ടോപ്പ് ഫോമിലായിരുന്നു രാജസ്ഥാൻ. പിന്നീട് തുടരെ 2 മത്സരം തോറ്റു. LSGക്കെതിരായ വിജയത്തോടെ 10 പോയിന്റുമായി ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് പരാഗിൻ്റെ ടീം. RCB ആണ് 3ാമത്. ചാമ്പ്യൻ മെൻറ്റാലിറ്റിയിലാണ് ടീം കളിക്കുന്നത്. പഞ്ചാബിന് പുറമെ ടോപ്പ് 4-ൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ടീം തന്നെയാണ് RCB. തുടർ വിജയങ്ങളുമായി എത്തുന്ന ഇഷാൻ കിഷൻ്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്പോട്ട് അർഹിക്കുന്ന ടീമാണ്. ബൗളിംഗ് യൂണിറ്റ് സെറ്റായതിനൊപ്പം സെഞ്ചുറിയുമായി അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്തിയത് ടീമിന് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. 3 വിജയങ്ങളുമായി 5ഉം 6ഉം സ്ഥാനത്തുള്ള ഡൽഹിക്കും ഗുജറാത്തിനും സാധ്യതകളുണ്ട്. മുംബൈ, ചെന്നൈ എന്നിവർ ചാമ്പ്യൻ ടീമുകളാണ്. ലിറ്ററലി ഔട്ടായാൽ മാത്രമേ പുറത്തായി എന്ന് പറയാൻ കഴിയൂ. ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് വന്ന് കപ്പുയർത്താൻ കെൽപ്പുണ്ടവർക്ക്. ഋഷഭ് പന്തിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസിന് ജയിക്കാനുള്ള ഒരു ആഗ്രഹം പോലും ഇല്ലെന്ന് തോന്നും കളത്തിലെ പ്രകടനം കാണുമ്പോൾ. 3 വട്ടം ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ കാര്യമാണ് കഷ്ടം. 7 മത്സരങ്ങളിൽ നിന്ന് ഒറ്റ ജയം മാത്രം, പട്ടികയിൽ ഏറ്റവും പിന്നിൽ. എന്നാൽ മഹാത്ഭുതം നടന്നാൽ ഇപ്പോഴും കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫ് സാധ്യത ഉണ്ടെന്നാണ് കൗതുകകരമായ കാര്യം. ശേഷിക്കുന്ന 7 മത്സരവും ജയിച്ചാൽ 17 പോയിന്റ് നേടി കൊൽക്കത്തയ്ക്ക് മുന്നേറാം. നിർണായകമായ അടുത്ത ഫേസിലേക്ക് കടക്കുമ്പോൾ ടീമുകളുടെ തലകളും മാറുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മിക്ക ടീമുകൾക്കും പരിക്കിനേക്കാളും താരങ്ങളുടെ ഫോമിനേക്കാളും ക്യാപ്റ്റൻ്റെ തീരുമാനങ്ങൾ നെഗറ്റീവ് ആകുന്നുണ്ട്. നായകനെ മാറ്റാതെ ഉറപ്പായും പണി കിട്ടാൻ പോകുന്ന ടീമുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ. 10-ൽ 4 ടീമുകൾക്കും ഇപ്പോഴെങ്കിലും ക്യാപ്റ്റനെ മാറ്റി സീസൺ മുഴുമിപ്പിച്ചാൽ മികച്ച നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ മിക്ക ടീമുകളിലും മികച്ച റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനുകളുമുണ്ട്. 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ്, 3 തവണ കിരീടമുയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും, ഇവർക്കെല്ലാം നായകൻ്റെ പിടിപ്പുകേടുകൊണ്ട് പണികിട്ടിയ ടീമുകളാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തുടങ്ങാം. 6-ൽ 2 മത്സരം മാത്രം ജയിച്ച് 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈക്ക് പ്ലേ ഓഫ് കാണണമെങ്കിൽ തുടർ വിജയങ്ങൾ ഒരുപാട് വേണം. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും വൻ പരാജയമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമില്ലാത്ത സമയത്ത് നന്നായി ഡെലിവർ ചെയ്തിരുന്ന ഋതുരാജിന് ഇപ്പോൾ ഒന്നും ചെയ്യാനാകുന്നില്ല. സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുന്ന ഋതുരാജിൻ്റെ മോശം ഫോം കാരണം ചെന്നൈയുടെ ബാലൻസ് തന്നെ തെറ്റിപ്പോയിരിക്കുകയാണ്. നല്ല രീതിയിൽ കളിച്ചിരുന്ന ആയുഷ് മാത്രേ ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് റൂൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഉർവിൻ പട്ടേലെത്തി എന്തു ചെയ്യുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നത് കാത്തുനിൽക്കാതെ ഋതുരാജിനെ മാറ്റി സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കണമെന്ന് മുൻതാരങ്ങളടക്കം പറഞ്ഞു തുടങ്ങി. രാജസ്ഥാനെ റണ്ണറപ്പാക്കിയിട്ടുള്ള സഞ്ജു മികച്ച നായകനാണ്. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്താണ് ചെന്നൈ ഫിനിഷ് ചെയ്തത്. ഇത്തവണയും അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ CSKക്ക് അത് വൻ നാണക്കേടാകും. എന്തായാലും മുംബൈക്കെതിരായ മത്സരത്തോടെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമാകും. റിസൾട്ട് മോശമായാൽ അത് ഋതുവിൻ്റെ ക്യാപ്റ്റൻസിയെയും ബാധിക്കും. മുൻ ചാമ്പ്യന്മാരിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കഴിഞ്ഞ സീസണിലെ മണ്ടത്തരം ആവർത്തിച്ച KKR മാനേജ്മെൻറ്റ് ഇത്തവണയും അജിങ്ക്യ രഹാനെയിൽ വിശ്വാസമർപ്പിച്ചു. കഴിഞ്ഞ തവണ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത KKR ഇപ്പോഴുള്ളത് അവസാന സ്ഥാനത്താണ്. ബാറ്റിങ്ങിലും മോശമായ രഹാനെ മാനേജ്മെൻറ്റുമായും പരിശീലകൻ അഭിഷേക് നായരുമായും അത്ര നല്ല സ്വരത്തിലല്ല. എന്നാൽ രഹാനെയ്ക്ക് പകരമൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ വേറെ ഇല്ല എന്നതാണ് മാനേജ്മെൻറ്റിനെ കുഴക്കുന്നത്. ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ റിങ്കു സിംഗിൽ അത്ര പ്രതീക്ഷയില്ല. ബെഞ്ചിലുള്ള മനീഷ് പാണ്ഡെയെ ഇറക്കി ക്യാപ്റ്റനാക്കണമെന്നൊരു വാദവും സജീവമാണ്. ഇതുവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജീവ് ഗോയങ്ക ഋഷഭ് പന്തിനെ ഇനി വരിഞ്ഞു മുറുക്കുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും അമ്പേ പരാജയമാണ് പന്ത്. 27 കോടി പ്രതിഫലം പറ്റുന്ന പന്ത് വൻ നിരാശയാണ് സീസണിൽ സമ്മാനിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 7ാം സ്ഥാനത്തായിരുന്നു LSG.
ഇത്തവണയും പന്തിൽ വിശ്വാസമർപ്പിച്ച മാനേജ്മെന്റിന്റെ തീരുമാനം പാളിയെന്ന് ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ക്യാപ്റ്റൻസിയിൽ മികവ് തെളിയിച്ച താരങ്ങൾ ഉണ്ടായിട്ടാണ് LSG ഇപ്പോഴും പന്തിൽ വിശ്വാസമർപ്പിക്കുന്നത്. ഓസ്ട്രേലിയയെ നയിച്ച മിച്ചൽ മാർഷിനും ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രത്തിനുമെല്ലാം ലക്നൌവിന് ക്യാപ്റ്റൻസി ഏൽപ്പിക്കാവുന്നതാണ്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 5ാം സ്ഥാനത്തുണ്ടെങ്കിലും ഡൽഹി ക്യാപിറ്റൽസ് നായകനായി അക്സർ പട്ടേൽ അത്ര നല്ല പ്രകടനമല്ല നടത്തുന്നത്. ഒട്ടേറെ അബദ്ധ തീരുമാനങ്ങൾ ഡൽഹിയുടെ മത്സരത്തിലുടനീളം കാണാൻ കഴിയും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുണ്ടായിട്ടും പാർട്ട് ടൈം സ്പിന്നർമാരെ ഇറക്കി അക്സർ കാണിക്കുന്ന ചൂതാട്ടവും ബാറ്ററുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ബൗളിംഗ് ചേഞ്ചസോ ഫീൽഡിംഗ് പ്ലേസ്മെൻറ്റോ നടത്താത്തതും DCയുടെ മത്സരങ്ങളിൽ വ്യക്തമായി കാണാം. 2020 ലോകകപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തിയ അക്സർ ഡൽഹിയിൽ ക്യാപ്റ്റനായതോടെ പ്രകടനവും മോശമായി. KL രാഹുലോ നിതീഷ് റാണയോ വന്നാൽ ടീമെന്ന നിലയിൽ ഡൽഹിയുടെ പ്രകടനം മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ.